Hi, welcome to Coolstock YouTube channel. November 3rd, Nifty 50 Trading Analysis. Coolstock SNK ഇൻഡിക്കേറ്റർ ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. ഓക്കെ അക്ഷിത, ഇന്ന് നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് ആണ് ഇപ്പം സ്ക്രീനിലുള്ളത്. നമുക്ക് നിഫ്റ്റി 50 ഇൻഡെക്സിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഉള്ള ടേബിളിൻ്റെ റീഡിംഗ് എന്താണെന്നുള്ളത് നോക്കാം. മാർക്കറ്റ് ഓപ്പണായി ഫസ്റ്റ് ക്യാൻഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രെൻഡ് ബെയറിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബെയറിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബെയറിഷ് ആണ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വീക്ക് ആണ്, സീറ്റ സിഗ്മ നെഗറ്റീവ് ആണ്, വോളിയം പോസിറ്റീവ് ആണ്, സ്കോർ 1/3. അപ്പോൾ ട്രെൻഡ് ബാരിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബാരിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷ് ആണ്, സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വീക്കാണ്, മാർക്കറ്റ് മൊത്തത്തിൽ വീക്കാണ്, സീറ്റ നെഗറ്റീവ് ആണ്, സിഗ്മ നെഗറ്റീവ് ആണ്, പക്ഷെ വോളിയം പോസിറ്റീവ് ആണ്. വോളിയം പോസിറ്റീവ് ആണ്, സ്കോർ 1:3 ആണ്. നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ 9:15 ഉള്ളൂ. മുന്നോട്ടേക്ക് പോയി നോക്കാം. എല്ലാ ദിവസവും പറയുന്ന പോലെ ആദ്യത്തെ 3 മിനിറ്റിൽ ഫസ്റ്റ് എവറി 3 മിനിറ്റ്സിൽ നമുക്ക് വരുന്ന ക്യാൻഡിൽസ് സ്കാനിങ് ക്യാൻഡിൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിന് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ആൽഫ സിഗ്നല് 9:29 ഫോം ചെയ്യും. 9:29 ആൽഫ സിഗ്നൽ ഫോം ചെയ്യും. 9:29 ക്യാൻഡിൽ ക്ലോസ് ആവുന്നവരെ കാത്തിക്കണം. ക്ലോസ് ആവുന്ന നേരത്ത് അവിടെ എന്താണോ ആ ലേബിളിൽ സസ്റ്റെയിൻ ആവുന്നത് അതാണ് നമ്മൾ എടുക്കേണ്ട സ്ട്രൈക്ക്. ആൽഫ ക്യാൻഡിൽ ഫോം ചെയ്തു. 25,700 PE ആണ് വന്നത്. 25,700 PE ആണ് വന്നിരിക്കുന്നത്. 25,700 PE വന്നപ്പം ടേബിളിൽ ട്രെൻഡ് ബാരിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷ് ആണ്, സിഗ്നൽ വീക്കാണ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വീക്കാണ്, പിഇക്ക് അനുകൂലാണ്, സീറ്റ നെഗറ്റീവ് ആണ്, സിഗ്മ നെഗറ്റീവ് ആണ്, വോളിയം നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ പിഇക്കുള്ള സാധ്യത വളരെ കൂടുതൽ കാണുന്നുണ്ട്. ഓൾറെഡി സിഗ്നൽ വന്നു 27,700. യെസ്, 27,000 അല്ല, സോറി, 25,700 പുട്ടാണ് വന്നത്. 25,000 പുട്ട് വന്ന ആ സ്ട്രൈക്ക് നമ്മൾ സ്ട്രൈക്കിൻ്റെ സ്ക്രീനിലേക്ക് മാറി. അവിടെ എന്താണ് സ്റ്റാറ്റസ് എന്ന് നോക്കാം. മാർക്കറ്റ് അവിടെ ഓപ്പണായ ആ മൂമെൻറ്റിൽ ആ സ്ട്രൈക്ക് ട്രെൻഡ് ബുള്ളിഷാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷാണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷാണ്, സിഗ്നൽ ഓഫ് ദ ഈ ഇൻഡെക്സിൽ സ്ട്രൈക്കിൽ ഉള്ള ഈ സ്ട്രോങ് ആണ്, സിഗ്നൽ സ്ട്രോങ് ആണ്. സീറ്റ പോസിറ്റീവ് ആണ്, സിഗ്മ പോസിറ്റീവ് ആണ്. വോളിയം മാത്രം മാറിക്കൊണ്ടിരിക്കുന്നു. വോളിയം ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്, വോളിയം സസ്റ്റെയിൻ ആവുന്നില്ല. ഇവിടെ വോളിയം ഗ്രീനിഷ് ആവണമായിരുന്നു, അത് റെഡ് തന്നെയാണ് നിൽക്കുന്നത്. റെഡിൽ നിൽക്കുന്നതിനെ കൊണ്ട് ഇത് ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. ഇത് ഗ്രീൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആവും എന്നുള്ള ഉറപ്പ് പറയാമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എബവ് 75% ടാർഗറ്റ് ഹിറ്റ് ആവും എന്ന് കണക്കൂട്ടാമായിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പോലും വോളിയം ഇല്ലാത്തതുകൊണ്ട് റിസ്ക് ഫാക്ടർ ഇവിടെ കൂടുതലുണ്ട്. നമ്മളെ ബൈ പ്രൈസ് 86 ആണ്, ടാർഗറ്റ് 96 ആണ്, സ്റ്റോപ്പ് ലോസ് 76. ഇവിടെ ഈ വോളിയം ബിൽഡ് ആവാത്ത അത്ര സമയം ഇത് ടാർഗറ്റ് ഹിറ്റ് ആവോ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ കേസാണ്. ഇതിനു മുമ്പുള്ള ദിവസങ്ങളൊക്കെ നമ്മളത് വാച്ച് ചെയ്തതാണ്. നമുക്കറിയാം വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ ടാർഗറ്റിലേക്ക് പെട്ടെന്ന് എത്തുള്ളൂ. ഇന്ന് വോളിയം കുറവാണ്. അപ്പോൾ ഇവിടെ എന്താണ് ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ് എന്തെടുക്കുക? വോളിയം കുറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എടുത്ത ബൈ പ്രൈസിൻ്റെ കാട്ടി 50% അബവ് ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവിടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇടുക. അതല്ല എന്നുണ്ടെങ്കിൽ ബൈ പ്രൈസിൻ്റെ കൂടെ നമ്മളുടെ കോസ്റ്റ് കോസ്റ്റ് ആൻഡ് അതർ ചാർജസ് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കറിയാം. അവരവരുടെ ബ്രോക്കർ ഓരോരുത്തരുടെ പെർ ലോട്ട് ഓർഡറാണ്, ചിലവരുടെ പെർ ഓർഡർ ആണ് ഈ ഓപ്ഷന് വാങ്ങുന്നത്. അത് അവരവർ കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഹിഡൻ കോസ്റ്റായ GST STT എന്നൊക്കെ പറയുന്ന കോസ്റ്റുകൾ റഫ്ലി കണക്ക് കൂട്ടിയിട്ട് ഒരു ₹1 20 പൈസ, ₹1 30 പൈസ, ₹1 80 പൈസയൊക്കെയാണ് യൂഷ്വലി അത് വരാറ്. അതൊന്ന് കണക്ക് കൂട്ടി നോക്കണം. അവരവർ കണക്ക് കൂട്ടി നോക്കിയിട്ട് അതും കൂടി പ്ലസ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടിരുന്നാൽ നമുക്ക് ആ ദിവസം
ലോസ് ആയിരിക്കില്ല പ്രോഫിറ്റ് ഇല്ലെങ്കിലും. ഓക്കെ. ഇവിടെ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയുന്നത്. കാരണം ടേബിളിൽ എല്ലാം പോസിറ്റീവ് ആയാലും ഏറ്റവും ഒരു മൊമെൻറ്റം ഒരു സ്ട്രൈക്കിന് അതിൻ്റെ അപ്പ് മൊമെൻറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഓളിയം ബിൽഡ് ആവണം. ഇവിടെ ഓളിയം ബിൽഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ് റിസ്ക് എന്ന് പറയുന്നത്. മുന്നോട്ട് പോയി നോക്കുക, ടാർഗറ്റ് അടിക്കുമോ നോക്കുക. അടുത്ത ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്, മേലേക്ക് പോയി. ഓക്കെ, ഇത് ടാർഗറ്റ് അടുത്ത് വരെ പോയി. ടാർഗറ്റ് 96 ആണ്, നമ്മളുടെ ടാർഗറ്റിന്റെ തൊട്ടടുത്ത് വരെ പോയി. എത്രയായിരിക്കും ആ പ്രൈസ്? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എത്രയാണ് ആ പ്രൈസ് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 95.60 വരെ പോയി. 95.60 വരെ പോയി. നമ്മളുടെ ടാർഗറ്റ് 96 ആണ്. 40 പൈസന്റെ വ്യത്യാസം ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഇത് ഓളിയം കുറഞ്ഞുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. അടുത്ത ക്യാൻഡിലിൽ അത് ഹിറ്റ് ആവുമെന്ന് നോക്കുക, അല്ലെങ്കിൽ റിട്ടേൺ ആണോ? റിട്ടേൺ ആണ് വരുന്നത്. അവിടെ നമ്മൾ റിസ്ക് ഇവിടെ ഉണ്ട് എന്ന് പറയാൻ കാരണം ഓളിയം ഡൗൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നില്ലെങ്കിൽ വാങ്ങിയെടുത്ത് ഇടണം, വാങ്ങിയെടുത്ത് പ്ലസ് നമ്മളുടെ കോസ്റ്റും കൂടി കൂട്ടണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ 50%, 70%, 75% ടാർഗറ്റ് അച്ചീവ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് എക്സിറ്റ് ആവുന്നതാണ് നല്ലത്. അത് അവരവരുടെ എക്സ്പീരിയൻസും ട്രേഡിലുള്ള സ്കില്ലും ആണ് ആ ഡിസിഷൻ എടുക്കേണ്ടത്, ആ ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ് എടുക്കേണ്ടത്. അതാത് ട്രേഡർ അയാളുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ട് ഈ ടേബിളിനെയും കൂടി റീഡ് ചെയ്തിട്ട് അയാൾ ഒരു ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ് എടുക്കണം. ഇതാണ് ഇന്നത്തെ ട്രേഡിൻ്റെ കാൻഡിൽസ് മൂവ്മെൻറ്റ് പ്ലസ് ഇൻഡിക്കേറ്ററിൻ്റെ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഈ ചാനൽ കാണുക. തുടർച്ചയായിട്ട് നിങ്ങൾ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇൻഡിക്കേറ്റർ ബിഹേവ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഇൻഡിക്കേറ്ററിൻ്റെ ടേബിളും കാൻഡിൽസും തമ്മിൽ റീഡ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ വ്യക്തമാവും. വളരെ കുറച്ചും കൂടി ട്രേഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, റൈറ്റ്. നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.